ഷാഹി കബീർ ചേട്ടാ, നിങ്ങളൊരു എഴുത്തിൻ്റെ ആരാധകനാണ് ഞാൻ. ആ ഒരു പ്രിവിലേജ് ഇന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ബെഞ്ച് മാർക്കുണ്ട്, ഒരു മാസ്റ്റർ പീസ് ഉണ്ട്, നിങ്ങൾക്കൊരു ഒരു ഒരു സ്ഥാനമുണ്ട്, നിങ്ങളുടെ എഴുത്തിന് ഒരു പവറുണ്ട്. അതിന് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പോൾ പൈസയോ സിനിമ എന്തിനാണെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പോ വാട്ടെവർ, നിങ്ങളത് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു, അത് ഡെവലപ്പ് ചെയ്ത് കിടില സാധനം ചെയ്യാനുള്ള ഉദ്ദേശം നിങ്ങളുടെ എഴുത്തിലുണ്ടായിരുന്നു. സിനിമയായി വന്നപ്പോൾ നിങ്ങൾ എഴുതി വെച്ച സാധനമല്ല വന്നിരിക്കുന്നത്. വേറെ എന്തൊക്കെയോ ഗിമിക്സ് കാണിച്ചിട്ട്, എന്തോ കുറേ കട്ടും കണ്ടിന്യൂറ്റി ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അങ്ങ് സിനിമ അങ്ങ് പൂർത്തിയാക്കി അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങളുടെ എഴുത്തിനെ നിങ്ങൾ കൊല്ലുന്നത് പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. ഈ പടത്തിലെ ബാക്കി എല്ലാം അടിപൊളിയാണ്. കിരൺ ദാസ് എഡിറ്റർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്, നല്ല ഡയറക്ഷൻ പരിപാടിയൊക്കെ അറിയാം, എല്ലാ പരിപാടിയും സിനിമാറ്റോഗ്രഫിയ മ്യൂസിക് എല്ലാം കൊള്ളാം. നിങ്ങളെ എഴുത്ത് മാത്രമാണ് സെക്കൻഡ് ഹാഫ് അപരാധമായി പോയത്. ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ട ക്യാരക്ടേഴ്സൊക്കെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മലം കെട്ട് കോമഡി പീസുകൾ. ഏറ്റവും വലിയ കോമഡി പീസായി പോയത് കുഞ്ചാക്കോ ബോബൻ. അപ്പോൾ ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അങ്ങോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പം ചിലപ്പോൾ ചെറിയ സ്പോയിലർ കണ്ടൻറ്റുകാർ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സിനിമ കാണാത്തവർ ഇത് ഇവിടെ വെച്ച് മതിയാക്കിക്കോ. ഇതാണ് പരിപാടി. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം സാധാരണ ഏത് പടം വന്നാലും പോലീസുകാരൻ, കേസ് അന്വേഷിക്കുന്ന നായകന് എന്തെങ്കിലും ഒരു കുരു കാണും. അവന് ഡിപ്രഷനോ എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമയോ എന്തായാലും ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ക്ലീശ ഉണ്ടായിരുന്നു. നോക്കിയപ്പം ഇതിന് നായകന് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, നല്ല കലാകാരനായിട്ടുള്ള ഒരു പോലീസുകാരെ രക്ഷപ്പെട്ടല്ലോ വിചാരിച്ചിരുന്നപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ഷെല്ലി എന്നാണ് കുഞ്ചാക്കോൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഷെല്ലിയുടെ ഒരു ഷെല്ലാക്രമണമാണ് പിന്നീട് അങ്ങോട്ട് വരാറുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ജോലിയൊക്കെ സെക്കൻഡറിയാണ്, അത് എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ആരെന്നറിയാമല്ലോ, ഷാഹി കബീർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എഴുതുന്ന സംഭവമാണ്. ഇടയ്ക്ക് ജോലി സ്ഥലത്ത് ജോലിക്ക് സസ്പെൻഷൻ കിട്ടുന്നു, അല്ല ലീവ്, അങ്ങനെയൊക്കെ ആയിട്ട് സിനിമ തിരക്കഥ എഴുതണമെന്നുള്ള രീതിയിൽ പോകുന്നു, ഒന്നും സക്സീഡ് ആവുന്നില്ല. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്. ഈ പടം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ആ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എന്ത് തേങ്ങയാണെന്ന് ഇവർ എന്നെ ഒന്ന് ക്ലാരിറ്റി തന്ന നല്ല ഇതായിരിക്കും, നമുക്ക് മനസ്സിലായിട്ടില്ല അത്. അങ്ങനെ ഒരു എലമെൻറ്റ് വരുന്നു അവിടെ. പക്ഷേ ആ ഒരു മൊമെൻറ്റ് അതിലങ്ങോട്ട് സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ സെറ്റപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടുത്തെന്തോ വലിയ സാധനമാണ് വരാൻ പോണത്. സ്ഥിരം ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ആ സെറ്റപ്പ് ചെയ്ത് വെക്കും പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, അവിടെ ലാഗുണ്ട്. പക്ഷേ ഒരു സാധനം ബിൽഡ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ആക്ട് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ആക്ട് സിനിമ ഇൻ്റർവെല്ലിൽ തുടങ്ങി, പിന്നെ അങ്ങോട്ട് ഇത് താഴോട്ട് പോകണം. ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ സിനിമയുടെ ഒപ്പീനിയൻ പറഞ്ഞു. എൻ്റെ അളിയെ നാട്ടിൽ വന്നിട്ട് ഒരു മലയാള സിനിമ കാണണമെന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഷാഹി കബീറിൻ്റെ സിനിമയാണ്, എന്തെങ്കിലും മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും, പോകാമെന്നുണ്ട്. ഞാൻ വിളിച്ചോണ്ട് ഒരു മൊമെൻ്റ് എത്തിയപ്പം ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പടം താഴെ പോവും. കറക്റ്റ് അതുപോലെ. കാരണം അത്രയും നമുക്ക് മനസ്സിലാവും. എഴുത്തിൻ്റെ പോക്ക് കാണുമ്പോൾ, സിനിമയിൽ പോക്ക് കാണുമ്പോൾ മനസ്സിലായി ഇത് താഴോട്ടാണ് പോകുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും ഈ പടം അലിഞ്ഞില്ലാതാവണത് നമ്മളിങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പടം. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇത് അവസാനം എന്തൊക്കെയോ എഴുതി വെച്ചു, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇത് കേസ് അന്വേഷണം, ഇവ എന്തൊക്കെയോ ഇവ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇവരെങ്ങനെയാണ് തെളിവ്, ഇതിൻ്റെ ഒരു മലക്കം മറിച്ച് തെളിവുണ്ടെന്ന് പറയുന്നത്, ഏത് തെളിവ് എന്ത് തെളിവ്, ഒന്നും കാണിച്ചു, ഒന്നിനും ആ ഭാഗമാണ് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതൊക്കെ അങ്ങ് വെട്ടി ചുരുക്കി വെച്ചിട്ട് ആവശ്യമില്ലാത്ത കുറേ ഈ ആൾക്ക് അസുഖം പറഞ്ഞതും മറ്റേ പ്രശ്നം പറഞ്ഞതും ഹാലൂസിനേഷനും കാര്യങ്ങളൊക്കെ കയറ്റി. ഇനി അത് യഥാർത്ഥത്തിൽ പ്രേതമാണ്, എന്താ തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഇവർ ചെയ്തിക്കണമെങ്കിൽ അത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ സമയത്ത് അന്ധവിശ്വാസത്തിന് കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയായിപ്പോയി. ഇപ്പോൾ ഫാൻറ്റസി പടം അല്ലല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് റിയലിസ്റ്റിക് ടോണായിട്ടൊക്കെ വന്നിട്ട് പടം പോലെയൊക്കെ വന്നിട്ട് അതിൽ ഒരു ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് വന്നു. പക്ഷേ അവിടെയും ലോജിക്ക് പോയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെങ്ങനെ പറയുമ്പോൾ അത് ആ രീതിയിൽ വീണ്ടും ഊട്ടി ഉറക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പടം പിന്നെ കയ്യിൽ നിന്ന് പോയപ്പം പിന്നെ ഇത് മലം കെട്ടായിട്ട് മാറി. പെർഫോമൻസ് കുഞ്ചാക്കോ ബോബൻ ത്രൂ ഔട്ട് ഗംഭീര പെർഫോമൻസാണ്, ഒരിടത്തൊഴിച്ച്. അതായത് ഒരു കോർട്ട് സീനുണ്ട്, അവിടെ നാടകമായി പോയി. ബാക്കി നല്ല പെർഫോമൻസാണ്. അയാളൊരു പെർഫോമൻസ് ഉള്ളതാണ് പല സ്ഥലത്ത് ഈ പടം കണ്ടിരിക്കാൻ പറ്റിയത്. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ച് മറ്റേ മാസ് ആക്ഷൻ പടമൊക്കെ ആയി മാറും. പെട്ടെന്ന് സ്ലോ മോഷനൊക്കെ വരും, ഫാൻറ്റം ഫ്ലക്സ് ഒക്കെ വരും, മറ്റേ രാവണമവണ്ട അങ്ങനെ കുഞ്ചാക്കോവനൊക്കെ വരുമല്ലോ. ഇപ്പം പലരും പറയും പിന്നെ ഫസ്റ്റ് ഹാഫ് പകുതി ഇങ്ങനെ അളന്ന് മുറിച്ചല്ലേ നീയൊക്കെ പടം കാണുന്നത്, അതെന്തിരുന്ന് ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലെ അവസാനത്തെ ഒരു 15 മിനിറ്റ് ആയിരിക്കും കൊള്ളില്ലാത്ത, നീയൊക്കെ മൊത്തം അത് കൊള്ളില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് വല്ലതും പറഞ്ഞാലും കൊള്ളില്ല എന്ന്, നീയൊക്കെ മൊത്തം കൊള്ളില്ല എന്ന് പറയും.
ഫസ്റ്റ് ഹാഫിലെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് പറയുന്നത്. അത് ആ കുറച്ച് ഭാഗം കാണുള്ളൂ, അത് മൊത്തം ഫസ്റ്റ് ഹാഫ് കൊള്ളില്ല. അങ്ങനെ മൊത്തത്തിൽ തട്ട് തിരിച്ച് പറയണം എന്തിനാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യും. അതങ്ങനെയാണ്. അത് മലയാള സിനിമ അല്ലെങ്കിൽ പൊതുവിൽ ഇന്ത്യൻ സിനിമ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമകൾ ഇൻ്റർവൽ ബ്ലോക്കിനകത്ത് ഒരു ട്വിസ്റ്റോ എന്തെങ്കിലും ഹൈ സാധനം കൊണ്ടുവരണമെന്ന് രീതിയിൽ ആ സമയം ഇൻ്റർവൽ ബ്ലോക്ക് വയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് സിനിമ ചെയ്യണത്. അപ്പോൾ അതിന് മുമ്പേ ചിലപ്പം കണ്ടൻറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും കണ്ടൻറ്റ് കുറവ് വരുന്നത്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ മിക്ക പടങ്ങളും വരുന്നത് ഒരു ഫസ്റ്റ് ആക്ട്, ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിലുണ്ടാവും, അത് വെച്ച് കഥ ഡെവലപ്പ് ചെയ്ത് പോകണം. ഈ പടം ഉണ്ടായതുപോലെ. ഇല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണോ എന്നുള്ളൊരു ചിന്ത കാണും, അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത് വരും. അപ്പോൾ ഇവർ ആദ്യം ഉണ്ടായിരുന്ന സാധനം മാത്രം സിനിമയിൽ നന്നായിട്ടിരിക്കും. അത് ചിലപ്പം ഈ പറയുന്ന ഇൻ്റർവൽ ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും ചിലപ്പം ഫസ്റ്റ് ഹാഫിൽ തന്നെ വെച്ചിട്ട് തേർഡ് ആക്ട് മാത്രമായിട്ട് സെക്കൻഡ് ഹാഫിൽ പോകും. അപ്പോൾ ആ പടത്തിലെ സെക്കൻഡ് ഹാഫ് നന്നായിരിക്കും. കാരണം അത് ഉദ്ദേശിച്ചാണ് ഇവർ പടം ചെയ്തു തുടങ്ങിയത്. ഇനി ചിലപ്പോൾ നേരെ തിരിച്ചും വരാം, സെക്കൻഡ് ആക്റ്റും തേർഡ് ആക്റ്റും കൂടി സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവയ്ക്കും, ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ആക്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യണതിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് ഒരു വഴിക്കും സെക്കൻഡ് ഹാഫ് വേറൊരു വഴിക്കും പല പടങ്ങളും പോകുന്നത്. അതിപ്പോൾ നമ്മുടെ വിധി അങ്ങനെ ആയിപ്പോൾ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ലോജിക്ക് ചില സമയത്ത് ചില കഥാപാത്രങ്ങൾ പെരുമാറി, ഇതെല്ലാം സെക്കൻഡ് ഹാഫിലുള്ള ചില കഥാപാത്രങ്ങൾ പെരുമാറുന്നുണ്ട് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവർ പോലീസ് സ്റ്റേഷനിലല്ലേടാ പോകണ്ടേ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അത് കറക്റ്റാണ്. ചില കാര്യങ്ങൾ അതേ ലൊക്കേഷനിൽ തന്നെ കൊണ്ടിട്ട് തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ടെറൈനൊക്കെ എടുത്ത് ഒരുമിച്ച് മിക്സ് ആയിരിക്കുന്നു. അതെ, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. കട്ട ക്ലീഷേഡായിട്ടുള്ള ഒരു എളുപ്പ സേഫ് ലാൻഡിങ് പരിപാടി ഉണ്ടോ, സ്ഥിരം പടത്തിലുള്ളത് പോലത്തെ ഒരു സേഫ് ലാൻഡിങ് പരിപാടി കട്ട ക്ലീഷയായിട്ട് അങ്ങ് തീർക്കുക, ഒരു റിവെഞ്ച് സ്റ്റോറി ആയിട്ട് ഈ പടം അങ്ങ് തീരുന്നത്. ഇത് എന്തോ ബിൽഡ് ചെയ്ത് വേറെ എന്തോ വൻ ലെവലിൽ പോവേണ്ട ഒരു സംഭവം. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തന്നെ പറയുന്നുണ്ട്, മെയിൻ കോൺഫ്ലിക്റ്റ് അയാൾ വച്ചതിന് ശേഷം പിന്നെ ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആശയക്കുഴപ്പം വരുന്നുണ്ട് കുഞ്ചാക്കോൻ്റെ കഥാപാത്രം. അതേ ആശയക്കുഴപ്പം ഈ എഴുത്തിലും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ക്ലൈമാക്സിൽ പടം വീണ്ടും മാറ്റാൻ വേണ്ടിയിട്ട് റോളക്സിൻ്റെ ക്യാമിയോ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തിനാ എന്തോ അങ്ങനെ ക്യാരക്ടറിൻ്റെ ആർക്ക് ഓരോരുത്തരും വായി തോന്നും പോലെ. ഈ പടത്തിൽ ലിജോ മോളുണ്ട്. ലിജോ മോൾ ഇപ്പം നിമിഷ സജയൻ്റെ കുറവ് നികത്തി ഇപ്പം വരികയാണ്. അതേപോലത്തെ ക്യാരക്ടറാണ്. നിമിഷ സജയ് ഇപ്പോൾ എവിടെയാണെന്തോ. ലിജോ മോൾ ഒരിക്കൽ വീട്ടിൽ ഈ കുഞ്ചാക്കോവൻ വീട്ടു ജോലിയും ലിജോ മോളിനെ ചെയ്യണത്. ലിജോ മോൾ ജോലിക്കും പോകുന്നുണ്ട്. ജോലിക്ക് പോയിട്ട് വീട്ടു ജോലിയും ചെയ്യുമ്പോൾ അവൾ പരിതപിക്കുന്നുണ്ട്, ഞാൻ തന്നെ വീട്ടിലെ ജോലിയും ചെയ്യണം, പുറത്ത് ജോലിയും ചെയ്യണം, എല്ലാം ചെയ്യണം. കുഞ്ചാക്കോവൻ എന്തോ സസ്പെൻഷനിലാണ്. അങ്ങനെ പറഞ്ഞ അവൾ തൊട്ട അയൽപ്പക്കത്തിൽ ഷാജു ശ്രീധറിൻ്റെ കഥാപാത്രമുണ്ട്. അയാളെ പറയണത് ഭാര്യയുടെ, അയാൾ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, ഭാര്യയുടെ പാവാട അലക്കി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നിലപാടും ഇല്ലാത്ത ഒരു തൊലിഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ ലിജോ മോൾ ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് സിദ്ദിഖ് ഒരു ചെറിയൊരു ക്യാമിയോ വന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് വന്നോ എന്തോ എന്താ വളരെ പെട്ടെന്നായിരുന്നു. ഇവിടെ മറ്റേ ഈ ഐ നോബഡി സിനിമയിൽ ലാസ്റ്റ് കുറേ വിജയരാഘവനും ടീമുകളൊക്കെ വരില്ല, അതുപോലെ പെട്ടെന്നൊക്കെ നിന്ന് നിപ്പിൽ ഓരോരുത്തരിങ്ങനെ വരുന്നു. അങ്ങനെ കൃഷ്ണപ്രഭ ഉണ്ട് ഒരു റോള്, സുധീഷുണ്ട്. സുധീഷ് വേറെ ഒരു സുധീഷിൻ്റെ ക്യാരക്ടർ അവർ പ്രതീകമായിട്ട് വെച്ചിരിക്കുന്നതാണോ അത് ശരിക്കും സീരിയസ് ആയിട്ട് അത് തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നു. വിശാഖ് നായർ വേറെ ചെറിയ റോള്, കിരൺ പീതാംബരൻ പുള്ളിക്കാരൻ ത്രൂ ഔട്ട് ഉണ്ട്, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സാബു മോൻ 2 സീനിലും ഉണ്ട്, 2 സീനിലും കോമഡി ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ പറഞ്ഞവർ പിന്നെ എല്ലാം കോമഡിയാണ്. പിന്നെ ജിജോയ് രാജഗോപാലൻ, അരുൺ, സിജോയ് വർഗീസ്, കോട്ടയം നസീർ, റൈന രാധാകൃഷ്ണൻ, അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിക്കും. പിന്നെ ഗോകുലനും ഉണ്ണിലാലും ഒക്കെ എപ്പോഴൊക്കെ കണ്ടുപോയ പോലത്തൊരു ഓർമ്മയുണ്ട്. ചെറിയ റോൾസാണ്. പിന്നെ ഒരു പല്ലിയുണ്ട്. പല്ലി ഇടയ്ക്കിടയ്ക്ക് ഇത് 3D പടമാണെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ നമ്മളെ വായുടെ അകത്ത് വന്നിരിക്കും പോലെ ഒന്ന് ചാടും ഒരു പല്ലി. അതെന്തരാണോ എന്തോ അങ്ങനെ എന്തൊക്കെയോ ഉദ്ദേശിച്ചു. കുറേ ജംപ് സ്കെയറിലൊക്കെ ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ലെങ്കിൽ നീയൊക്കെ കുറച്ച് കണ്ട് പേടിച്ചോളണം പറഞ്ഞിട്ട് കുറേ സീനുകൾ. ഇതിനെന്നാൽ ചുമ്മാ ഇട്ട് വലിച്ച് നീക്കുക. കാരണം ലാസ്റ്റ് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന സാധനം എന്തോ അവർ കാണിച്ചിട്ടില്ല. പകരം വേറെ എന്തോ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പറക്കിയിട്ട പോലെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അങ്ങനെയൊക്കെ ഒരു ഷാഹി കബീറിൻ്റെ ഒരു സിനിമ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. ലാസ്റ്റൊക്കെ കോമഡി പീസായിട്ടാണ്. എവിടെ പോയാലും ഊക്ക് വാങ്ങിച്ച് പിടിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് കുഞ്ചാക്കോ മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തുടക്കത്തിലെ ബിൽഡപ്പൊക്കെ കണ്ടപ്പോൾ ആണ്. പിന്നെ അർജുൻ സേതു നല്ല വർക്ക്. സിനിമാട്ടോഗ്രാഫി മുജീബ് മജീദാണ്. ആസ് യൂഷ്വൽ ഗംഭീര പരിപാടിയായിരുന്നു. എഡിറ്റ് ചെയ്തിരുന്ന കിരൺ ദാസും ജിതിൻ ജോണും കൂടി ചേർന്നാണ്. ദിലീപ് നാഥിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ജിതിൻ ജോസഫ് ഓഡിയോഗ്രാഫി, മേക്കപ്പ് റോണക് സേവിയർ, സ്റ്റൺസ് കലൈ കിങ്സ്റ്റൺ. ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു, അത് രസമായിരുന്നു. എൻ്റെയൊക്കെ ആവശ്യം രാമണമവണ്ട എന്തരാ വരട്ടെ.